ഇത് ചരിത്രമുറങ്ങുന്ന ചെറുവാടി ഗ്രാമം. കോഴിക്കോട് ജില്ലയുടെ കിഴക്കേ അറ്റത്ത് മലപ്പുറം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന, കാളപ്പൂട്ടിൻ്റെയും പന്തുകളിയുടെയും ചൂടും ചൂരുമണക്കുന്ന പോരാട്ടവീര്യത്തിൽ 1921 ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ സന്ധിയില്ലാ സമരം മുഴക്കി മലബാർ കലാപത്തിൽ 61 ശുഹദാക്കളെ സമ്മാനിച്ച പുണ്യഭൂമിക. കഥ പറഞ്ഞൊഴുകുന്ന ഇരുവഴിഞ്ഞിപ്പുഴയും ചാലിയാർ പുഴയും ഒന്നായി സംഗമിക്കുന്ന കൂട്ടക്കടവത്തും, ചരിത്രം പേറുന്ന പുതിയോത്ത് ജുമാഅത്ത് പള്ളിയും, മതമൈത്രിയുടെ കാഹളം മുഴക്കിയ പറയങ്ങാട്ട് ഭഗവതി ക്ഷേത്രവും ഈ നാടിൻ്റെ ചരിത്ര പൈതൃകത്തിന് സാക്ഷ്യം വഹിച്ച ഏടുകളാണ്. ചെറുവാടി ഗ്രാമത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് പ്രകൃതി മനോഹരമായ പാടങ്ങളാലും വിശാലമായ നെൽകൃഷികളാലും വാഴത്തോപ്പുകളാലും സമ്പന്നമായ ഒരു ചെറുഗ്രാമമാണ് താഴത്തുമുറി. വ്യാവസായിക ഓട് നിർമ്മാണത്തിന് വേണ്ടി ഫാറൂഖ് ഓട് ഫാക്ടറിയിലേക്ക് കളിമൺ ശേഖരിച്ചിരുന്ന പ്രധാനപ്പെട്ട ഇടമായിരുന്നു ചെറുവാടിയിലെ ഈ പാടങ്ങൾ. ധാരാളം മൺകുഴികൾ രൂപപ്പെട്ട ചരിത്ര യാഥാർത്ഥ്യം ഇവിടെ ഇന്നും അതിൻ്റെ സ്മാരകങ്ങൾ നിലകൊള്ളുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. താഴത്തുമുറിയിലെ പ്രതാപം പേറുന്ന കുടുംബമാണ് കമ്പളവൻ. കമ്പളവൻ കുടുംബത്തിൻ്റെ ഉപശാഖയായിട്ടാണ് എടക്കമ്പലത്ത് കുടുംബം രൂപം കൊള്ളുന്നത്. സാത്വികനായ മർഹൂം കുട്ടി ഹസൻ ഹാജിയായിരുന്നു ഈ കുടുംബത്തിൻ്റെ കാരണവർ. തിരിച്ചുവരാൻ സാധ്യതയില്ലാത്ത ഹജ്ജിന് വേണ്ടി യാത്ര പുറപ്പെടുമ്പോൾ തൻ്റെ സ്വത്തെല്ലാം അവകാശികളിലേക്ക് എഴുതി വച്ച് അദ്ദേഹം ഹജ്ജിന് പുറപ്പെടുകയും തിരിച്ചു വരാത്ത ലോകത്തേക്ക് ഹജ്ജിന് ശേഷം അദ്ദേഹം യാത്രയാവുകയും ചെയ്ത ചരിത്രരേഖകൾ ഇന്നും പഴമക്കാർ പറയുന്നതായി കേട്ടിട്ടുണ്ട്. സാത്വികനായി ആത്മീയതയിലൂന്നിയ ജീവിതം നയിച്ച നേതൃത്വമായിരുന്നു ഈ കുടുംബത്തിൽ കടന്നുപോയത്. അദ്ദേഹത്തിൻ്റെ 8 മക്കളിൽ മൂത്ത ആൺമകനാണ് ഉണ്ണിക്കമ്മു എന്ന് പേരുള്ള പൊയിലിൽ കുടുംബത്തിൻ്റെ സ്ഥാപകൻ. മർഹൂം ഉണ്ണിക്കമ്മുവിൻ്റെയും ഭാര്യ പാത്തുമ്മയുടെയും സന്തുഷ്ടമായ ദാമ്പത്യ വല്ലരിയിൽ പിറന്ന 4 മക്കളിൽ മൂത്ത മകനാണ് നമ്മുടെ കുടുംബത്തിൻ്റെ അമരക്കാരനായ കുട്ടി ഹസൻ സാഹിബ്. പിതാമഹന്മാരുടെ പേരുകൾ പൗത്രന്മാർക്കിടുന്ന സമ്പ്രദായം പഴയ കാലങ്ങളിൽ നിലനിൽക്കുന്നതിൻ്റെ ഉത്തമ അടയാളമായിരുന്നു. വിശാലമേലുകളിൽ പരന്നൊഴുകുന്ന ആവൃത്തി ചാലിയാർ പുഴ തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. താഴത്തുമുറിയുടെ ജീവനാട്. വിശാലമായി പരന്നൊഴുകുന്ന ചാലിയാർ പുഴ തന്നെയായിരുന്നു താഴത്തുമുറിയുടെ ജീവനാട്. പുഴയിലൂടെയുള്ള ചരക്കു നീക്കങ്ങൾക്കും പുഴമാട്ടിലുള്ള കൃഷിരീതികൾക്കും അന്നത്തെ ആളുകൾ ജീവിതമാർഗമായി ഉപയോഗിച്ചു. കോഴിക്കോട് നിന്നും നിലമ്പൂരിൽ നിന്നും വരുന്ന ചരക്കുകൾ മുക്കം, കാരമൂല പോലെയുള്ള വാണിജ്യ ചന്തയിലേക്ക് എത്തിക്കുന്നതായിരുന്നു പ്രധാന തൊഴിൽ. പഴയ കാലങ്ങളിൽ ചരക്കുമാർഗം ധാരാളം പുഴകളിലൂടെയും പിന്നീടത് റോഡ് മാർഗവും നീങ്ങിയപ്പോൾ റോഡ് മാർഗം സഞ്ചരിക്കുന്നവർക്ക് തല ചായ്ക്കാനും ചുമട് വെക്കാനുമുള്ള അത്താണികളും പല സ്ഥലങ്ങളിലും രൂപപ്പെട്ടു. ചെറുവാടിയിലെ പല ഭാഗങ്ങളിലും ഇത്തരം കൽത്തിണ്ണകൾ അത്താണികളായി നിലനിൽക്കുന്നതായി കാണാം. പിതാവിൽ നിന്ന് പരമ്പരാഗതമായി പകർന്നു കിട്ടിയ കുലത്തൊഴിലായ ചരക്കു നീക്കം ഏറ്റെടുക്കുകയായിരുന്നു മകൻ കുട്ടി ഹസനും. ചാലിയാറിൻ്റെ ഒഴുക്കും കാറ്റും കോളും നിറഞ്ഞ അന്തരീക്ഷവും കൃത്യമായി മനസ്സിലാക്കി തോണിയെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിൽ കേമനായിരുന്നു കുട്ടി ഹസൻ. ചാലിയാറിൻ്റെ അമരക്കാരനായി പിന്നീട് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. കോഴിക്കോട് നിന്ന് വരുന്ന ചരക്കുകൾ യഥാക്രമം അമരത്തിൽ നിന്ന് നയിച്ച് മുക്കം, കാരമൂല, കൂടരഞ്ഞി പോലെയുള്ള ഗ്രാമങ്ങളിലേക്ക് ഇരുവഴിഞ്ഞിപ്പുഴയിലൂടെയുള്ള കുത്തിയൊഴുക്കുന്ന ഇരുവഴിഞ്ഞിപ്പുഴയെ കീറി മുറിച്ചുകൊണ്ടുള്ള സഞ്ചാരം ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. യുവത്വത്തിൻ്റെ ചുറുചുറുക്കിൽ പരിലസിക്കുമ്പോഴാണ് കൂട്ടായി സ്നേഹനിധിയായ ഭാര്യ ഉണ്ണീമ ബീവി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്.
നാട്ടിലെ പ്രധാന പണ്ഡിതനും മുദരിസുമായ കുഞ്ഞോടിയിൽ അബൂബക്കർ മുസ്ലിയാരുടെ സഹോദരി എന്ന പേരും പെരുമയും ഉണ്ണീമ ബീവിയിൽ നിറഞ്ഞു നിന്നിരുന്നു. ആ സ്നേഹ ദാമ്പത്യ വല്ലരിയിൽ അവരിരുവർക്കും 3 ആൺമക്കളും 4 പെൺമക്കളും പിറന്നു. മക്കൾക്കവർ ഉണ്ണിക്കമ്മു, ബിച്ചുമോയി, ഫാത്തിമ, ഖദീജ, ആമിന, മുഹമ്മദ്, ആയിഷ എന്ന് സ്നേഹപൂർവം പേരിട്ടു. അതിൽ ഉണ്ണിക്കമ്മുവും ബിച്ചുമോയി സാഹിബും പഴമ്പറമ്പിന് താഴെ സ്രാമ്പിക്കലേക്ക് താമസം മാറി. കൂട്ടത്തിൽ ഇളയവനായ മുഹമ്മദ് കാക്ക തറവാട്ടിൽ തന്നെ താമസം ആരംഭിച്ചു. പെൺമക്കളായ ഫാത്തിമ താത്തയെ കൂടത്തിലേക്കും, ഖദീജ താത്തയെ കുറവാടങ്ങളിലേക്കും, ആമിന താത്തയെ ചോലയിലേക്കും, ആയിഷ താത്തയെ പൊറ്റമ്മൽ എലിയങ്ങോട്ടിലേക്കും കെട്ടിച്ചയച്ചു. ആ കുടുംബം ഇന്ന് വളർന്ന് പന്തലിച്ച് പൂവിട്ട് പൂക്കായ്ച്ച് തളിർത്ത് നിൽക്കുകയാണ്. കുടുംബസംഗമത്തിൻ്റെ സന്തോഷവല്ലരി പൂത്ത് വിടർന്നു നിൽക്കുമ്പോൾ ഓർമ്മകളിൽ മായാതെ ചില മരണങ്ങൾ നമ്മെ മാടി വിളിക്കുന്നുണ്ട്. പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് അവരെ നമുക്കൊന്ന് സ്മരിക്കാം. സന്തോഷവും സന്താപവും നിറഞ്ഞ ജീവിത നൗകയിൽ ഒരുപാട് ഉയർച്ച താഴ്ചകൾ കടലലകൾ പോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അത്തരം ഉയർച്ച താഴ്ചകളുടെ ഓർമ്മപ്പെടുത്തലാവട്ടെ ഈ പ്രാർത്ഥനകൾ. അള്ളാഹുവിൻ്റെ ആലംഘനീയമായ വിധിക്കുത്തരം നൽകി ചെറുപ്രായത്തിൽ തന്നെയാണ് കുട്ടി ഹസൻ സാഹിബ് ഈ ലോകത്തോട് വിട പറയുന്നത്. പിന്നീട് ആ മക്കളെ ഒറ്റി വളർത്തിയത് ഉണ്ണീമ താത്തയാണ്. അവരുടെ ജീവിത നൗകയിൽ ജീവിതകാലത്ത് തന്നെ മക്കൾ വേർപെട്ടു പോവുകയും ചെയ്തു. അവരുടെ മക്കളിൽ 2 പേർ ഉമ്മാന്റെ ജീവിതകാലത്ത് തന്നെ വിട പറഞ്ഞുപോയി. സ്രാമ്പിക്കലിലെ ബിച്ചുമോയി കാക്കയും പഴമ്പറമ്പിലെ ഉണ്ണിക്കമ്മു കാക്കയും ആ നിരയിൽ മുന്നിൽ കടന്നുപോയവരാണ്. TB അസുഖം ബാധിച്ച് പറക്കമുറ്റാത്ത 3 മക്കളെയും വിട്ടാണ് ബിച്ചുമോയി കാക്ക ചാലിയാറിൻ്റെ അമരത്ത് നിന്ന് പിൻവാങ്ങുന്നത്. 2001 ഒരു മുഹറം മാസത്തിൽ 13-ാം തീയതി മരം മുറിക്കുന്നതിനിടയിലാണ് ഉണ്ണിക്കമ്മു സാഹിബ് ഈ ലോകത്തോട് യാത്ര പറയുന്നത്. ഉണ്ണിക്കമ്മു സാഹിബിൻ്റെ മക്കളിൽ 2 പേർ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ പൊലിഞ്ഞു പോയിട്ടുണ്ട്. സൈനബ എന്ന മകൾ 20-ാമത്തെ വയസ്സിലും ക്യാൻസറിൻ്റെ ബാധയേറ്റ് മകൻ സുലൈമാൻ എന്ന ബിച്ചുമാൻ 2001 മുഹറം 7 രണ്ടുപേരും മരിക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് വെറും 7 ദിവസം മാത്രമാണ്. അങ്ങനെ ഓർമ്മകളിൽ ഒരുപാട് നോവനുഭവങ്ങളുമായാണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുന്നത്. ഓർമ്മകളിൽ ഇടക്കാലത്ത് ഉണ്ണീമ ബീവിയുടെ മരണവും കടന്നു വരുന്നു. പിന്നീട് 2014 ഒരു റമദാൻ 1 മക്കളിലെ മൂത്ത മകൾ ഫാത്തിമ താത്ത, കൂടത്തിലെ ഫാത്തിമ താത്ത ഈ ലോകത്തോട് വിട പറയുന്നു. 21 മകൾ ചെറുമകൾ ആയിഷ താത്ത ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നുണ്ട്. മരുമക്കളിൽ കുറവാടങ്ങളിലെ അലിഖ് സാഹിബും ചോലയിലെ അലി സാഹിബും നമ്മെ വിട്ട് പറന്ന് ജന്നാത്തു നഈമിൽ ചേർന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ബർസഖി ജീവിതം സന്തോഷകരമാകട്ടെ. സ്വർഗത്തിൽ അവരെയും നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബിയോട് കൂടെ ഒരുമിച്ച് ചേർത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി